വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ് മൈ ലൈഫ്. അപ്പോൾ നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് വേണ്ട വേണ്ട എന്നുള്ള ഒരു വാക്കിന്റെ പ്രസക്തി അല്ലെങ്കിൽ അത് പറയേണ്ട സാഹചര്യം അതിനെക്കുറിച്ചാണ്. നമ്മളോട് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ നമ്മളോട് താല്പര്യമുള്ളവർ അതല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ നമ്മളോട് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും. സത്യം പറഞ്ഞാൽ ആ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യം കാണില്ല, എങ്കിൽ പോലും അവരോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ അവരോടുള്ള ഒരു ബഹുമാനം കൊണ്ട് സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ ഓക്കെയാണ് എന്ന് നമ്മൾ അവരോട് പറയും. പിന്നീട് ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അയ്യോ നമ്മൾ പെട്ടുപോയല്ലോ അല്ലെങ്കിൽ നമുക്കത് ചെയ്യണ്ടായിരുന്നു, അന്നേരം അത് വേണ്ടാന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട്സ് നമുക്ക് വരും. അപ്പോൾ വേണ്ട എന്ന് പറയേണ്ടടുത്ത് വേണ്ട എന്ന് തന്നെ പറയാൻ പഠിക്കണം. ആദ്യമൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ അവരോട് വേണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും, അവര് നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു മാനസികമായിട്ടൊരു ടെൻഷൻ നമുക്ക് വരും. ഒറ്റയ്ക്ക് അവരോട് വേണ്ട എന്ന് അവരുടെ മനസ്സ് വിഷമിക്കുന്ന തരത്തിൽ പറയാതിരുന്നാൽ മതി. അതിന് പല വഴികളുണ്ട്. അവരെന്തെങ്കിലും പറയുവാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കാനേ പാടില്ല. അപ്പം നമ്മൾ പറയേണ്ടത് ക്ഷമിക്കണം, ഇപ്പോൾ ഒരു ഇത്തിരി അസൗകര്യമുണ്ട്, അതല്ലെങ്കിൽ ഞാനൊന്ന് ആലോചിക്കട്ടെ, അതുമല്ലെങ്കിൽ നമുക്കത് പിന്നെ നോക്കാം കേട്ടോ എന്നുള്ളൊരു വാക്ക് പറയുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഇവരത് ചെയ്യാൻ പോകുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു താല്പര്യം അതിന് കുറവുണ്ട് എന്ന് അവർക്ക് കാര്യം പിടികിട്ടും. അവർക്ക് ദേഷ്യവും വരില്ല നമ്മളോട്, കാരണം നമ്മൾ അവരോട് കയർത്ത് സംസാരിച്ചിട്ടില്ല, അവരോട് എടുത്തടിച്ച മറുപടി പറഞ്ഞിട്ടില്ല, അവർക്ക് വിഷമമാകുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല. അപ്പം ഇതേപോലെ ഒന്ന് വിനയമായിട്ട് തിരസ്കരിക്കേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇല്ല എന്ന് തന്നെ പറയണം. ആരെങ്കിലും സ്നേഹത്തോടു കൂടി നമ്മുടെ ഒരു കഴിവിനെ അംഗീകരിച്ചു കൊണ്ട് വരുന്നൊരു കാര്യമാണെങ്കിൽ അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ തിരസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു മാറേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറയേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ അതുപോലെ തന്നെ പെരുമാറണം. ഇപ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മളോട് വന്നിട്ടൊരു കാര്യം പറയാണ്, അത് പക്ഷേ അതൊരു നീതിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വേണ്ട, അത് പറ്റില്ല അല്ലെങ്കിൽ അതില്ല എന്ന് പറയാൻ നമ്മൾ പഠിച്ചിരിക്കണം. ചില ആൾക്കാരുണ്ട് ആവശ്യത്തിന് മാത്രം നമ്മുടെ അടുത്ത് വരും. നമ്മളെ കൊണ്ടുള്ള ഒരു ഉപകാരം അവർക്കുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അടുപ്പം കാണിക്കും. അങ്ങനെയുള്ളവർ വരുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യാം. നമുക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ പറയണം. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് നീ ഇത് ചെയ്യണം, നിനക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറയുകയാണെങ്കിൽ അത് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവും നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് നല്ല ബോധവും ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാൻ ഏറ്റെടുക്കണം. അല്ലാത്ത പക്ഷം വെറുതെ ഒരു മണ്ടനെ പോലെ നിന്ന് കൊടുക്കരുത്. ഈ ഒരു സാഹചര്യത്തിൽ ചിലർ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് വന്ന് കാര്യം ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ളവർ ഞാൻ നിനക്ക് ഹെൽപ്പ് ചെയ്തു തരാം അല്ലെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം അത് വേണ്ട. അതുപോലെ നമ്മുടെ മൈൻഡ് ഔട്ടായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അപ്സെറ്റ് ആയിട്ടിരിക്കുകയോ ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് നീ ഇത് ചെയ്യ് എന്ന് പറയുമ്പോൾ അത് ഉടനടി ചെയ്യാൻ നിൽക്കരുത് അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ നിൽക്കരുത്. കാരണം നമ്മുടെ മൈൻഡ് അന്നേരം ഔട്ടാണ്. അപ്പം അത് ആ സമയത്ത് എടുക്കരുത്. അന്നേരം നമ്മൾ എന്ത് പറയണം, നമുക്ക് പിന്നെ നോക്കാം. അന്നേരം അവരോട് കാര്യം ഓപ്പണായിട്ട് പറയാം, നമ്മുടെ മൈൻഡ് ശരിയല്ല, എൻ്റെ മൈൻഡ് ഇപ്പം ശരിയല്ല, ഞാനൊന്ന് റിലാക്സ് ആവട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം. ഇങ്ങനെ പറഞ്ഞ് ആ ഒരു കാര്യത്തെ ഒഴിവാക്കുക. നമ്മുടെ മൈൻഡ് നെഗറ്റീവായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് അപ്സെറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യത്തിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്താൽ അത് സക്സസ് ആവില്ല. ആ ദേഷ്യത്തിൻ്റെ കാരണം എന്ത് തന്നെയാണെങ്കിലും ഒന്നും അറിയാതെ നമ്മളോട് സംസാരിക്കാൻ വരുന്ന വ്യക്തിയോട് അത് തീർക്കാൻ പാടില്ല. ആ ദേഷ്യം അവരോട് തീർക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മൾ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്ന ഒരു കാരണം അത് മറച്ചു വെച്ചുകൊണ്ട് വേണം അവരോട് സംസാരിക്കാൻ. അതുപോലെ തന്നെ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, നമ്മളെ കൊണ്ട് എന്താ പറയുക, നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ഒഴിവാകണം. ഇല്ല, ഇത് ഞാൻ ചെയ്യേണ്ട കാര്യമില്ല, ഇത് ചെയ്യാൻ അർഹതയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക എന്ന് നമുക്ക് പറയാം. അതും വളരെ വിനയത്തോടുകൂടി ഓപ്പണായിട്ട് പറയാം. ഓപ്പണാക്കി പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. ദേഷ്യത്തിൽ പറയുന്നതുകൊണ്ട് വിനയത്തോടുകൂടി പറയുന്നുണ്ട്. എപ്പോഴും വിനയത്തോടുകൂടിയേ സംസാരിക്കാവൂ. സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസിന്റെ നേതാവും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയുമായിരുന്ന കാമരാജ് സാറിന്റെ പാർക്കലാം എന്ന വേർഡ് വളരെ പ്രശസ്തമാണ്. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ വേണ്ട എന്നോ ഇല്ല എന്നോ സാധാരണഗതിയിൽ അദ്ദേഹം പറയാറില്ല. പാക്കലാം എന്ന തന്ത്രപൂർവ്വം അദ്ദേഹം പറഞ്ഞൊഴിയും. സംഘടനാ നിപുണനായ അദ്ദേഹം ആരെയും വെറുപ്പിച്ചിരുന്നില്ല, അതാണ് സത്യം. ഒരുപക്ഷെ നമ്മളും വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാത്തതിന്റെ ഒരു പ്രധാന കാരണം പറയുന്ന ആൾക്കാർ നമുക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ടാവാം. അവരെ വെറുപ്പിക്കാൻ നമുക്ക് മനസ്സുകൊണ്ട് കഴിയാത്തത് കൊണ്ടാവാം. പക്ഷെ ചില സന്ദർഭങ്ങളിൽ നിർബന്ധമായിട്ടും നമ്മൾ വേണ്ട എന്ന് പറയേണ്ടടുത്ത് വേണ്ട എന്ന് തന്നെ പറയാം. സാഹചര്യം നോക്കി പെരുമാറുക, സന്ദർഭം അനുസരിച്ച് സംസാരിക്കുക. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. ടാറ്റാ.